നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ജനുവരി മാസം 3-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുകയാണ്. തൃശൂരിൽ തേക്കിൻകാട് മൈതാനിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് നരേന്ദ്രമോദി സംസാരിക്കും. കേരളത്തിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ അനൗപചാരികമായ ഉദ്ഘാടനം കൂടിയാകും തൃശൂരിലെ ആ പരിപാടി. സ്ത്രീശക്തി മോദിക്കൊപ്പമെന്നുള്ള സന്ദേശമാണ് ഈ യാത്രയിലൂടെ നരേന്ദ്രമോദി നൽകുന്നത്. ദേശീയ തലത്തിൽ സ്ത്രീ ശാക്തീകരണത്തിനായി കേന്ദ്ര സർക്കാർ നടത്തിയ പദ്ധതികളുടെ ഒരു വിളംബരം കൂടിയാകും ഈ പരിപാടി. ഇത് കേവലം ഒരു രാഷ്ട്രീയ ഇടപെടലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചരണ പരിപാടിയോ ആണെന്ന് കരുതാനാകില്ല. കാരണം കേരളത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത്. കേരളത്തിൽ ഇക്കുറി ലോക്സഭയിൽ ഒരു സീറ്റ് കേരളത്തിൽ നിന്ന് കേന്ദ്രം ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു MP കേന്ദ്രത്തിലേക്ക് വരണമെന്ന് കേന്ദ്ര BJP നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഭാഗമായി കൂടിയാണ് കേരളത്തിലേക്ക് അപ്രതീക്ഷിതമായി നരേന്ദ്രമോദി എത്തുന്നത്. ജനുവരി മാസം 2-ാം തീയതി വരാനായിരുന്നു നേരത്തെ നിശ്ചയിച്ചതെങ്കിൽ ചില സ്വകാര്യ പരിപാടികളുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ യാത്ര ജനുവരി മാസം 3-ലേക്ക് മാറ്റി. തേക്കിൻകാട് മൈതാനിയിൽ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ അത് കേവലം രാഷ്ട്രീയ പ്രസംഗം മാത്രമായിരിക്കില്ല. അത് വരാനിരിക്കുന്ന കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ചിന്തകൾ കൂടിയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിരവധി പ്രത്യേകതകൾ നരേന്ദ്രമോദിയുടെ ഇത്തവണത്തെ വരവിന് പിന്നിലുണ്ട്. ഒന്ന്, അദ്ദേഹം എത്തുന്നത് തൃശ്ശൂരിൻ്റെ മണ്ണിലേക്കാണ്. തൃശ്ശൂരിൻ്റെ മണ്ണെന്ന് പറയുന്നത് വളരെ കാലം മുൻപത്തെ സാഹചര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യം. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ മണ്ണെന്നുള്ളത് BJPക്ക് ഏറെ വളക്കൂറുള്ള ഒരു മണ്ണായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് നടൻ സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുകയും പിന്നീട് തൻ്റെ രാഷ്ട്രീയ തട്ടകം തൃശ്ശൂരാക്കി മാറ്റുകയും ചെയ്തതിനു ശേഷം തൃശ്ശൂരിലെ മാറ്റം വളരെ വളരെ വലുതാണ്. തൃശ്ശൂരിൽ BJPക്ക് വലിയ പ്രതീക്ഷയുണ്ട് എന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണ 2,95,000 വോട്ട് പിടിച്ച സുരേഷ് ഗോപി ഇത്തവണ തൻ്റെ വോട്ട് നേട്ടം 1,00,000 വോട്ട് അധികമാക്കുമെന്നതിൽ ആർക്കും സംശയമില്ല. അങ്ങനെ 1,00,000 വോട്ട് അധികമായി സുരേഷ് ഗോപിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ മണ്ണിൽ സുരേഷ് ഗോപിക്ക് വിജയം സുനിശ്ചിതമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല. അതിന് അടിസ്ഥാനമായിട്ടുള്ള നിരവധി ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിലൊന്നാണ് കേന്ദ്രത്തിൻ്റെ വലിയ പിന്തുണ. ആ പിന്തുണ നേരിട്ട് അറിയിക്കുക എന്നത് കൂടിയാണ് നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനത്തിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് നമുക്ക് കണക്കാക്കാം. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിന് കേന്ദ്ര BJP നേതൃത്വം ചുക്കാൻ പിടിക്കുന്നു. ആ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച് കേന്ദ്രത്തിൽ ഒരു ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിയാക്കുക എന്നുള്ളത് കേന്ദ്ര BJP നേതൃത്വത്തിന്റെ ലക്ഷ്യമാണ് എന്ന് അടിവരയിട്ടുറപ്പിക്കുകയാണ് കാര്യങ്ങൾ. ആ സൂചകം, ആ സന്ദേശം നൽകുകയാണ് തൻ്റെ യാത്രയിലൂടെ നരേന്ദ്രമോദി തന്നെ ചെയ്യുന്നത്. എത്രത്തോളം തൃശ്ശൂര് BJPക്ക് പ്രാധാന്യമേറിയതാണ്. സുരേഷ് ഗോപി BJPയെ സംബന്ധിച്ച് എത്രത്തോളം പ്രാധാന്യമുള്ള നേതാവാണ്. ഇക്കാര്യത്തിൽ ആർക്കും തർക്കം വരേണ്ട കാര്യമില്ല. കേരളത്തിലെ BJPയേക്കാൾ ഉപരി കേന്ദ്രത്തിലെ BJPയോട് കൂറു പുലർത്തുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി. എപ്പോഴും നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഒപ്പം ഏറ്റവും അടുപ്പമുള്ള ഒരു രാഷ്ട്രീയ നേതാവ്. ആ രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവിയിലെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിൽ ഒപ്പം നിൽക്കാനാണ് നരേന്ദ്രമോദി എത്തുന്നതെന്നുള്ളതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. എന്തായാലും ഇപ്പോൾ തൃശ്ശൂരിൽ വിജയിച്ചില്ലെങ്കിൽ ഇനി കേരളത്തിൽ ഒരു ലോക്സഭാ സീറ്റ് BJPക്ക് ഇല്ല എന്ന കാര്യം BJPയുടെ കേന്ദ്ര നേതൃത്വം തന്നെ ഉറപ്പിക്കുകയാണ്. മറുഭാഗത്ത് തൃശ്ശൂർ മാത്രമല്ല, തിരുവനന്തപുരം അടക്കമുള്ള പ്രധാനപ്പെട്ട 4, 5, 6 സീറ്റുകൾ BJP ഇക്കുറി ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ആര് മത്സരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ തവണയും അതിനു മുമ്പ് പല തവണകളായി 2-ാം സ്ഥാനത്ത് നിരന്തരമായി എത്തുന്ന ഒരു ലോക്സഭാ മണ്ഡലം. വളരെ ചെറിയ വോട്ടിന്റെ മാർജിനിൽ പലപ്പോഴും വിജയം കൈവിട്ട ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെ ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യരുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുള്ള അനന്തപുരി എന്ന് പറയുന്ന ശ്രീപത്മനാഭന്റെ മണ്ണിൽ
ഒരു മികച്ച സ്ഥാനാർത്ഥിയെ BJP രംഗത്തിറക്കിയാൽ ശശി തരൂരിനെ വീഴ്ത്താമെന്ന് BJPക്ക് കണക്കുകൂട്ടലുണ്ട്. സാക്ഷാൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറയുന്ന വാക്ക് പാഴ്വാക്കാകില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം വയനാടിന്റെ മണ്ണിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിച്ചത് മറ്റൊരിടത്തും ജയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്നാൽ സാക്ഷാൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് വരുന്നത് മറ്റൊരിടത്തും വിജയിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, തിരുവനന്തപുരത്തിന്റെ മണ്ണിലും വിജയിക്കാമെന്ന് തെളിയിക്കാനാണ്. അങ്ങനെ നരേന്ദ്രമോദി വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ലെന്നതാണ് ഇപ്പോഴത്തെ BJPയുടെ നീക്കങ്ങളിലൂടെ ബോധ്യപ്പെടുന്നത്. എന്തായാലും അത്ഭുതങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ കാട്ടുമെന്നതിന് യാതൊരു സംശയവുമില്ല. അത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിലോ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ സുരേഷ് ഗോപിയുടെ പ്രചരണത്തിനായി നീണ്ട കേന്ദ്രമന്ത്രിമാരുടെ നിരയെത്തുന്നതിലോ മാത്രം ഒതുങ്ങില്ല. അതിനപ്പുറം തിരുവനന്തപുരത്ത് അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും. തിരുവനന്തപുരത്ത് ചിലപ്പോൾ ഒരു പ്രമുഖമായ കേന്ദ്ര നേതാവെത്തും. ആ നേതാവെത്തുമ്പോൾ തിരുവനന്തപുരത്തിന്റെ പൾസ് മൊത്തത്തിൽ മാറുമെന്നുള്ളത് BJPക്ക് അറിയാം. പത്തനംതിട്ടയിലും അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പാലക്കാടും ജനകീയനായ ഒരാൾ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാസർഗോഡ് കൂടി ഒരു വലിയ മത്സരം കാഴ്ചവെക്കുന്നതോടെ കേരളത്തിൽ BJPയുടെ തലവര മാറുന്ന തെരഞ്ഞെടുപ്പാകും ഇത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ അത്തരത്തിലുള്ള ചിന്തകളിലൂടെയാണ് ഇപ്പോൾ BJPയുടെ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് പോകുന്നത്. കാരണം വടക്കേ ഇന്ത്യയിലെല്ലാം തന്നെ വലിയ തേരോട്ടം BJP നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി തെക്കേ ഇന്ത്യയാണ്. തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് BJPക്ക് ഇതുവരെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത സംസ്ഥാനം കേരളമാണ്. തമിഴ്നാട്ടിലടക്കം BJP വലിയ മുന്നേറ്റങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അണ്ണാമലയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം തമിഴ്നാട്ടിൽ BJP നടത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ADMK-ക്കായാലും DMK-ക്കായാലും അതിൽ ഒരു സംശയവുമില്ല. എന്നാൽ കേരളത്തിന്റെ കാര്യത്തിൽ വരുമ്പോഴാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. അത് മാറ്റിവെച്ചുകൊണ്ട് ഇക്കുറി അത്ഭുതങ്ങൾ കാണിക്കാനുള്ള ശ്രമത്തിലാണ് കേരളത്തിലെ BJP നേതൃത്വം. കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് കേന്ദ്ര നേതൃത്വമാണ്. ആ കേന്ദ്ര നേതൃത്വങ്ങൾ നിശ്ചയിക്കുന്ന പരിപാടികൾ നടപ്പാക്കുക എന്നുള്ളൊരു ജോലി മാത്രമാണ് സംസ്ഥാനത്തിന്റെ നേതൃത്വത്തിനുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ക്രിസ്മസിന്റെ ഭാഗമായി ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കാനുള്ള വലിയ ഒരു നീക്കം കേന്ദ്ര നേതൃത്വം ആരംഭിച്ചത്. ആ നിർദ്ദേശം അക്ഷരം പ്രതി അനുസരിക്കുകയായിരുന്നു സംസ്ഥാന നേതൃത്വം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ക്രൈസ്തവ ഭവനങ്ങൾ നേരിട്ട് സന്ദർശിച്ച് നരേന്ദ്രമോദിയുടെ സന്ദേശം ക്രൈസ്തവ ഭവനങ്ങളിലുള്ള കുടുംബസ്ഥരെ അറിയിക്കുക എന്നുള്ളതായിരുന്നു BJP പ്രാദേശിക നേതൃത്വത്തിന്റെ ജോലി. അത് ഭംഗിയായി അവർ ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തന്റെ വസതിയിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെയും ക്രൈസ്തവ നേതാക്കളുടെയും ക്രൈസ്തവ പ്രമുഖരുടെയും യോഗം വിളിച്ചിരുന്നു. അവർക്ക് വിരുന്ന് സൽക്കാരം ഒരുക്കിയിരുന്നു. ആ വിരുന്ന് സൽക്കാരത്തിൽ നിരവധി ക്രൈസ്തവ പുരോഹിതന്മാർ എത്തിയിരുന്നു. കേരളത്തിൽ നിന്നടക്കമുള്ളവർ അവിടെ സന്നിഹിതരായിരുന്നു. അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകുമെന്ന് തന്നെയാണ്. കേരളത്തിലെ 18% വരുന്ന ക്രൈസ്തവ വോട്ടർമാരിൽ നല്ലൊരു വിഭാഗം ഇപ്പോൾ തന്നെ BJPയോട് അടുപ്പമുള്ളവരാണ്. ആ അടുപ്പം വോട്ടായി മാറിയാൽ കേരളത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP അത്ഭുതങ്ങൾ കാണിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.